നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് മണ്ഡലങ്ങളിൽ സാധാരണ കേട്ടുവരുന്ന ഒരു മുദ്രാവാക്യമാണ് ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു, അതുവഴി ഞങ്ങൾ ഓരോ തുള്ളിക്കും ഞങ്ങൾ 1000 പേർ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു മുദ്രാവാക്യം. അത് വിപ്ലവ ഗാനമാണ്, അത് സിനിമാ ഗാനമാണ്. എന്നാൽ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും പാർട്ടി ഉയർത്താറുണ്ട്. അതായത് നിങ്ങൾ എത്രയൊക്കെ ഞങ്ങളെ അടിച്ചമർത്തിയാലും, ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്നും ഓരോ തുള്ളിയിൽ നിന്നും ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ഞങ്ങൾ 1000 പേർ ഉയർത്തെഴുന്നേൽക്കും. അത് വലിയ ജനസമുദ്രമായിട്ട് മാറും, വിപ്ലവമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ തടയാൻ കഴിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഇതേ മുദ്രാവാക്യം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം ഉയർത്തി തുടങ്ങിയിരിക്കുന്നു. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങളെ എത്രമാത്രം തല്ലി ഒതുക്കാനും അടിച്ചൊതുക്കാനും നിങ്ങൾ ശ്രമിച്ചാലും ഞങ്ങളുടെ ഓരോ തുള്ളി ചോരയിൽ നിന്നും ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. ഞങ്ങളെ നിങ്ങൾക്ക് അടിച്ചമർത്താൻ കഴിയില്ല. നിങ്ങൾ വെറും ക്രൂരനാണ്, നിങ്ങൾ നരഭോജിയാണ്, നിങ്ങൾ അഴിമതിക്കാരനാണ്. മുഖ്യമന്ത്രിയുടെ മുഖത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ വാക്പ്രയോഗങ്ങളും വാക്ശരങ്ങളുമാണ് ഇത്. വി.ഡി. സതീശൻ അങ്ങനെയൊക്കെ പറയും, അയാൾ അങ്ങനെയൊക്കെ തന്നെയാണ്, അതിലൊന്നും വലിയ കാര്യമില്ല, അയാൾ പൊട്ടത്തരം പറയുന്നു എന്നൊക്കെയാണ് സർക്കാരും അതിൽ പ്രതികരിക്കുന്നതും സഖാക്കളും അതിൽ പ്രതികരിക്കുന്നതും. ആയിക്കോട്ടെ, അത് രണ്ടായിക്കോട്ടെ, അതങ്ങനെ ഇരുന്നുകൊണ്ട് നമ്മൾ മാധ്യമ പ്രവർത്തകർ ഞങ്ങൾക്ക് അതിലൊന്നും പറയാനില്ല, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞോളൂ. പക്ഷേ ഒരു കാര്യം ഇതിനകത്ത് എടുത്തു പറയേണ്ടത്, ഒരു കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ രാഷ്ട്രീയത്തിലെ ധാർമ്മികത അനുസരിച്ച് ഒരു രാഷ്ട്രീയ നേതാക്കളും കേരളത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ല. അത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. അതിനകത്ത് പ്രത്യേക നിയമങ്ങളൊന്നും ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ ധാർമ്മികത എന്നുള്ള നിലയിൽ, നമ്മുടെ ഒരു മര്യാദ എന്നുള്ള നിലയിൽ, നമ്മൾ ജനാധിപത്യ ഭരണക്രമത്തിൽ കഴിയുന്നത് എന്നുള്ളത് കൊണ്ട് അങ്ങനെയൊന്നും ആരും പ്രയോഗിക്കാറില്ല. പക്ഷേ വി.ഡി. സതീശൻ ഇങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് വി.ഡി. സതീശന് പ്രയോഗിക്കേണ്ടി വന്നിരിക്കുന്നു എന്നാണ് കാണുന്നത്. അത് സതീശനെ എന്തിനാണ് നിങ്ങൾ കുറ്റം പറയുന്നത്? സതീശനെ കൊണ്ട് പറയിപ്പിക്കുകയല്ലേ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ചില ആൾക്കാർ നമ്മളെ ബഹുമാനിക്കുന്നവരിൽ നിന്നും നമ്മൾക്കെതിരായിട്ട് വാക്കുകൾ വരരുത് എന്ന് നമ്മൾ പലപ്പോഴും, അതാണ് ഏറ്റവും വലിയ നമ്മുടെ തിരിച്ചറിവെന്ന് പറയുന്നത്. നമ്മൾ ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അവർ ആ ബഹുമാനിക്കാൻ വേണ്ടിയുള്ള ആ ഒരു നിലനിൽപ്പിലായിരിക്കണം നമ്മൾ അവരുടെ മുന്നിൽ നിൽക്കേണ്ടത്. അവർക്ക് നമ്മളെ ബഹുമാനിക്കാൻ കഴിയാത്ത തരത്തിൽ, നമ്മളെ അളക്കാൻ കഴിയുന്ന തരത്തിൽ അളവോലെ അവരെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ ബഹുമാനിക്കില്ല. ഇന്നലെ വരെ ബഹുമാനിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയും, നമ്മളെക്കുറിച്ച് മോശം വാക്കുകൾ പറയും. അതുകൊണ്ട് നമ്മളെപ്പോഴും വളരെ സൂക്ഷിച്ചാണ് നമ്മൾ ഈ സമൂഹത്തിൽ പെരുമാറുന്നതും ജീവിക്കുന്നതും. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും അതിലൊന്നും യാതൊരു നിയന്ത്രണവും നടത്തിയിട്ടില്ല. കഴിഞ്ഞ 45-50 ദിവസങ്ങളായിട്ട് കേരളത്തിൽ നിരന്തരം തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ്, അടിച്ചമർത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരുടെ തലയടിച്ചു പൊട്ടിക്കുന്നു, കാലടിച്ചു പൊട്ടിക്കുന്നു, മുടി പറിക്കുന്നു, വസ്ത്രങ്ങൾ വലിച്ചു കീറുന്നു, എല്ല് അടിച്ച് ഒടിക്കുന്നു, ലാത്തി കൊണ്ട് നെഞ്ചിലിടിക്കുന്നു, ലാത്തി കൊണ്ട് ജനനേന്ദ്രിയത്തിലിടിക്കുന്നു, വയറിലിടിക്കുന്നു. ഇതെല്ലാം ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം പോലും ഒഴിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതെന്ത് ഭരണമാണ്? ഇതിനെയാണോ ജനാധിപത്യ ഭരണമെന്ന് പറയുന്നത്? പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രതിഷേധിക്കുന്നവർ സ്വാഭാവികമായിട്ടും അല്പം അമിതമായിട്ട് പ്രതിഷേധിക്കും. കാരണം അവരുടെ ഒരു നേതാവിനെ ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള ഒരു പുത്തൻ രീതിയിലാണ് പുലർച്ചെ വീട്ടിൽ ചെന്ന് തള്ളിക്കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് പ്രതിഷേധമുണ്ടാകും. ആ പ്രതിഷേധത്തിനെ ഇങ്ങനെയാണോ നേരിടേണ്ടത് എന്നത് കാണാം. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ക്രൂരനാണ്, നിങ്ങൾ അഴിമതിക്കാരനാണ്, നിങ്ങൾ നരഭോജിയാണ് എന്ന്. സത്യത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലൊക്കെ പ്രയോഗങ്ങൾ കേൾക്കേണ്ടി വരിക എന്ന് പറയുന്നാൽ എന്തൊരു കഷ്ടമാണ്. തീർച്ചയായിട്ടും ഇത് പറഞ്ഞവർക്കല്ല കുഴപ്പം, പറയിച്ചവർക്കാണ് എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ ജനത്തിന് ഉണ്ട്.